സംഭവിച്ചിട്ടും എന്താ നീ എന്നോടൊരു വാക്കുപോലും പറയാത്തെ? എന്നോടൊന്നും ചോദിക്കല്ലേടി. ചെമ്പകം, ഞാൻ നാട്ടിലേക്ക് പോവാടി. ഗൗരി, എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. ഞാനിവിടെ നിന്ന അവനെ ഓർത്തോർത്ത് ഞാൻ മരിച്ചു പോവടി. ഓഹോ, ഈ ഓർമ്മകൾ അവിടെ പോയാ വരില്ലേ നിനക്ക്? അതിനു വേണ്ടിയല്ലേ ഈ പൊള്ളല്. ഇത് കണ്ട് ഞാൻ സമാധാനിച്ചോളാം. അവനെന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ, ഞാൻ അവനെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി എന്റെ കാലില് കഷായം ഒഴിച്ചില്ലേ, അത് മതി. നീ കൽമണ്ഡപത്തിലേക്ക് വാ. ഞാൻ വരുന്നില്ല. നീ കൽമണ്ഡപത്തിലേക്ക് വന്നേ പറ്റൂ. എന്തിനാ? ആദ്യം നീ നാളെ വാ, എന്നിട്ട് ഞാൻ പറയാം. ചേട്ടാ, ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കണം. ഞാൻ വീട്ടിലേക്ക് വരാന്ന് കരുതിയതാ. അവളുടെ കാലിൽ കഷായം വീണത് അറിയാതെ ചെയ്തതാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? എനിക്കെല്ലാം അറിയാം ചേട്ടാ. അവള് ചേട്ടനെ പ്രണയിക്കുന്നത് തെറ്റാണെങ്കിൽ അതിന് ചേട്ടനൊരു കാരണാ. അവള് ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോ മോരില് മുടിയിട്ടത്, ഉപ്പ് വാരിയിട്ടത്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അവൾ ഇനി അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയല്ലേ ചെയ്തത്. പക്ഷെ അവൾ ആ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അവൾ ഈ നാട്ടിൽ നിന്ന് ചേട്ടനെ ഓർത്ത് വിഷമിച്ച് മരിച്ചു പോകുന്ന പറഞ്ഞ്. ചേട്ടൻ കാരണമല്ലേ അവളുടെ കാല് പൊള്ളിയത്? ക്ഷമിക്കണമെന്ന് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? എന്തിനാ ആലോചിക്കുന്നേ? ചേട്ടൻ അവളെ ഇഷ്ടമാണോ? പിന്നെ എന്താ സംസാരിച്ചാൽ? എന്തായിരുന്നാലും അവളോട് ക്ഷമിക്കണമെന്നൊരു വാക്കെങ്കിലും ചോദിക്ക്. അത് മതി അവൾക്ക്. അവളോട് ഞാൻ കൽമണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. I'm sorry. കാലിലെ മുറിവ് സുഖമായി. ഗൗരി, ഞാൻ അറിയാതെ. നമ്മുടെ സ്കൂളിലേക്ക് DO വന്നിരിക്കുകയാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയണം. എന്നിട്ടേ ഇരിക്കാവൂ. ആരോട് ചോദ്യം ചോദിക്കുന്നുവോ അയാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയണം. മനസ്സിലായോ? മണ്ട, നിന്റെ അടുത്ത പ്രത്യേകം പറയുന്നത് എന്ത് ചോദിച്ചാലും അറിയാവുന്ന മാത്രം പറയാവൂ, അറിയില്ല എന്ന് മാത്രം പറയരുത്. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം സാർ.
ഇദ്ദേഹമാണ് ഡ്രോയിങ് മാസ്റ്റർ മിസ്റ്റർ കമലാക്ഷർ. നമസ്കാരം. ക്ലാസ്സിൽ എത്ര പേർ? 45 പേര്. സാറേ, എതൊരു വശത്തിരിക്കുന്നില്ലേ ഒരു കറമ്പൻ, അവനാ ഞാൻ പറഞ്ഞ പയ്യൻ. അതെ, ആരായി അഭിലാഷ്? ഞാനാണ് സാർ. നീയാണാ? അത് ശരി, നിന്റെ ഉയരം എത്ര? ഉയരം അല്ലേ സാറിനേക്കാൾ ഒരു 4 ഏയ്, കൂടുതലായിരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയും തെറ്റും മാത്രം പറഞ്ഞാൽ മതി. നീ പകലിൽ നക്ഷത്രം കാണാൻ പറ്റുമോ? ഇല്ല. പകലിൽ മൂങ്ങിക്ക് കണ്ണ് കാണാൻ പറ്റുമോ? ഇല്ല സാർ. ആമയെ കൊണ്ട് വേഗത്തിൽ ഓടാൻ സാധിക്കുമോ? സത്യമായിട്ടും പറ്റില്ല സാർ. കണ്ടോ സാറേ, സാർ എത്ര ചോദ്യം ചോദിച്ചതാ. എല്ലാത്തിനും അറിയത്തില്ല എന്ന് പറഞ്ഞല്ലാതെ ഒരു ചോദ്യത്തിനെങ്കിലും അറിയാമെന്ന് പറഞ്ഞോ സാറേ. ഇത്രയും ബുദ്ധിയുള്ള കുട്ടിയെ 18 വർഷം ഒരേ ക്ലാസ്സിൽ ഇരുത്തിയതിന് നിങ്ങൾക്കൊക്കെ ഡിസ്മിസ്. സാർ 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 സത്യത്തിൽ നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞു വരുമ്പോ ഉം. നിന്നെ എന്റെ മുറിയിലേക്ക് തള്ളിവിടും. ബോറടിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ? നീ പതിയെ നടന്നു വരും. എന്നിട്ട് നാണിച്ച് തല കുനിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ നിന്നെ നോക്കി നിൽക്കും. നീ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കും. അത് കഴിഞ്ഞ് പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞ് അടുത്തേക്ക് വന്നിട്ട് ബോറടിക്കുന്നു. അത് കഴിഞ്ഞെന്താ? കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ട് ബോറടിക്കുന്നുട്ടോ. അത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് ലൈറ്റ് അണയും. അത് കഴിഞ്ഞ് അയ്യോ, ലൈറ്റ് ഓഫ് ആവുന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ്. നിന്നെ ഉണ്ടല്ലോ. എടാ, ഗുഡ്സ് വണ്ടി പോലെ പുറകിന് വരാതെ എക്സ്പ്രസ് വണ്ടി പോലെ വാടാ. ചു- നീ പോയി ആ വരമ്പ് വെട്ടിയത് ശരിയാണോ നോക്കിട്ടോ. അപ്പോ അയ്യോ, വലിച്ച. എന്താ ഇത്? വെറുതെ അയ്യോ, ഇപ്പൊ പിടി വീഴും. അവിടെ വിളിച്ചോ. വെട്ടിവെച്ച വയൽ വരമ്പിൽ ഒരു ജോഡി പ്രണയ കിളികൾ. എന്താ ഗൗരി മോളെ ഇവിടെ? അത് വലിച്ച. അത് പിന്നെ ഞാനും ചെമ്പകവും മാങ്ങ പറിക്കാൻ വന്നതാ വലിച്ച. എന്താ മോളെ ഇത്? തെങ്ങിന്റെ മൂട്ടിൽ നിന്നിട്ട് മാങ്ങ പറിക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ? എനിക്ക് മാങ്ങ തരികയാണല്ലേ? അത് വലിച്ച. അത് പിന്നെ എന്താടാ അവിടെ? അത് അല്ല, ഉറുമ്പ്. അത് പിന്നെ കേറി ഞാൻ തട്ടി കളഞ്ഞു. ഉറുമ്പിനെ പിടിച്ചോ ഇല്ലയോ? എന്റെ മോളെ പിടിച്ചില്ലേ? എന്റെ മോൾക്കും നിന്നെ ഇഷ്ടമാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരുന്നോ? എന്താ എന്റെ സൈഡ് ഓക്കെ. ഇനി എന്റെ അച്ഛന് ഒരു പ്രോബ്ലം ഇല്ല. സാറിന്റെ സൈഡ് എങ്ങനെയാ? അത് പിന്നെ എന്റെ അമ്മയോട് കൂടി ഒന്ന് സംസാരിക്കണം. സാറിന്റെ അമ്മയോടല്ലേ ഞാൻ സംസാരിക്കാൻ. നിക്ക്. ഇപ്പൊ മര്യാദക്ക് എന്റെ കൂടെ വരുന്നുണ്ടോ അതോ ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടണോ? രേവതി, ഏയ്, ഗോമതി. ചുമ്മാ ഇരിക്ക്. ഇപ്പൊ ഞാൻ വരണം, അത്രയല്ലേ ഉള്ളൂ. നീ മുമ്പിൽ പോ, ഞാൻ പുറകെ വരാം. ശരി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മുമ്പിൽ പോ, നീ പുറകെ വന്നാ മതി. അയ്യോ, ഇങ്ങനൊരു പേടിത്തുണ്ട്. അതെ, ഞാനകത്തോട്ട് വരട്ടെ. രാജു, ഞാനിപ്പോ വരുവേ. വാ മോളെ, വാ ഗൗരി മോളെ. അയ്യോ, ഇരിക്കണ്ടേ? അയ്യോ സാരല്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മോനെ എടുത്തോണ്ട് വാടാ. അമ്മ പോയി അല്ല, എടുത്തിട്ടോ? ആട് പുലി പുല്ലുകെട്ടെന്നൊക്കെ പറയുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, പുലി ഇപ്പൊ പുല്ലൊക്കെ തിന്നു അമ്മേ.